നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബ്ലോക്കിന്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും നോക്കുന്നത്. ഞാൻ ആക്ച്വലി നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു CAD ബ്ലോക്കാണിത്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഇതിന് ഞാൻ പല കളറും കൊടുത്തു നോക്കാം. ഞാനിപ്പോൾ ഒരു ഗ്രീൻ കൊടുത്തു, അപ്പോഴും ഇത് ഗ്രേ ആയിട്ട് തന്നെ നിൽക്കുന്നുള്ളൂ. ഞാൻ ഇതിൽ ഈ CAD ബ്ലോക്ക് സെലക്ട് ചെയ്ത പ്രോപ്പർട്ടീസിൽ നിന്ന് ബ്ലൂ കൊടുത്തു നോക്കി, സ്റ്റിൽ അതൊരു ഗ്രേ കളറിൽ തന്നെ നിൽക്കുന്നു. നമുക്കത് ബൈ ലെയറിലേക്ക് ഇട്ട് നോക്കാം. ബൈ ലെയറിൽ 0 ലെയറിൽ ഇപ്പോൾ വൈറ്റ് ആയിരുന്നു വരേണ്ടത്, സ്റ്റിൽ ഗ്രേ കളറിൽ നിൽക്കുന്നു. നമുക്കതൊരു ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു ലെയറിൽ ഓറഞ്ച് കളറുള്ള ഒരു ലെയറിൽ ഇട്ട് വെക്കാം, ഇപ്പോഴും ഗ്രേ കളറിൽ തന്നെ നിൽക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുനോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഈ ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നു, തിരിച്ച് 0 ലെയറിലേക്ക് തന്നെ നമുക്ക് ഇട്ട് വെച്ചേക്കാം. അതിനുശേഷം ഞാൻ ഈ ബ്ലോക്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബ്ലോക്ക് എഡിറ്റർ ഓപ്പൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ എഡിറ്റ് ബ്ലോക്ക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞ ബ്ലോക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിലെ എല്ലാ എലമെൻസും കൂടി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ ബ്ലോക്ക് എഡിറ്ററിൻ്റെ ടാബിൽ നിന്ന് മാറ്റി ഹോം ടാബിലേക്ക് വരാം. അവിടെ നോക്കുമ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഗ്രേ ഒരു ഡിഫോൾട്ടായിട്ട് ഗ്രേ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതായിരിക്കും ഇവിടുത്തെ പ്രശ്നം നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെ ബൈ ലെയറിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് ഞാൻ ക്ലോസ് ഓപ്പറേറ്റർ കൊടുക്കുന്നു, സേവ് ചേഞ്ചസ് കൊടുക്കുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചത്, ബൈ ലെയറിൽ നമ്മളാക്കിയപ്പോൾ ഇവിടെ ലെയറിലെ കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് അടുത്ത ഫർണിച്ചർ എന്ന് പറഞ്ഞ ലെയറിലേക്ക് ഇട്ട് നോക്കി, സക്സസ് ആയി. അത് ഇപ്പോൾ എനിക്കൊരു ഫർണിച്ചറിൻ്റെ ഓറഞ്ച് കളറിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് തിരിച്ച് 0 ലെയറിലേക്ക് തന്നെ ഇട്ട് വെച്ചേക്കാം. നമുക്ക് വേറൊരു കാര്യം ചെയ്ത് നോക്കാം. പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്ക് കളേഴ്സ് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും നോക്കാം. മെജന്ത കൊടുത്ത് നോക്കി, പക്ഷെ അത് മാറിയില്ല, ഇപ്പോഴും വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. മെജന്തയ്ക്ക് വേറെ നമുക്ക് സയൻ കളർ കൊടുത്ത് നോക്കാം, അപ്പോഴും വൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പം നമുക്കിനി അതുകൂടി ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചോ, അതിനെന്താ ചെയ്യുക, ബ്ലോക്ക് എഡിറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ബ്ലോക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് ബ്ലോക്ക് എഡിറ്ററിലേക്ക് വരുന്നു. അതിനുശേഷം ഫുൾ എലമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നു, ഹോം ടാബിൽ വരുന്നു. എന്നിട്ട് നമ്മളിവിടെ ബൈ ലെയർ കൊടുത്തതിന് വരും ബൈ ബ്ലോക്ക് കൊടുത്ത് വെക്കാം. ക്ലോസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിവിടെ പ്രോപ്പർട്ടി ഞാൻ അത് ലെയർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കാം. ലെയർ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിട്ട് മാറുന്നുണ്ട്. 0 ലെയറിൽ ഇങ്ങോട്ട് വെച്ചേക്കാം. അതിനുശേഷം ഇവിടെ ബൈ ലെയർ എന്നുള്ളതിന് പകരം നമുക്ക് ഒരു കളർ കൊടുത്ത് വെക്കാം. ഞാൻ ഗ്രീൻ കൊടുത്തു, ഗ്രീൻ ആയിട്ടുണ്ട്. മെജന്ത കൊടുക്കാം, മെജന്ത ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ബ്ലോക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്കിപ്പോൾ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ, നോർമലി ചിലപ്പോൾ ബ്ലോക്കുകളൊക്കെ ബൈ ലെയറിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ലെയർ ചേഞ്ച് ചെയ്താൽ പറ്റുമായിരിക്കും, പക്ഷേ നമ്മൾ ഈ പ്രോപ്പർട്ടീസിൽ നിന്ന് കളർ ചേഞ്ച് ചെയ്താൽ പറ്റില്ലായിരിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ബ്ലോക്ക് കൂടി നോക്കാം. ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നെയാണിത്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ബ്ലോക്ക് ഞാൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാനിതെല്ലാം സെലക്ട് ചെയ്ത് ഹോമിൽ പോയി ബൈ ബ്ലോക്ക് തന്നെ കൊടുത്തേക്കാം നമുക്ക്. അതിന് ഞാൻ ക്ലോസ് ചെയ്തു. പക്ഷേ ഇതിൽ ഒരു ചെറിയൊരു പീസ് ഇപ്പോൾ ആയി, ബട്ട് മേജർ പോർഷൻ ആ ബെഡിൻ്റെ സൈഡ് ടേബിൾ മാത്രമായിട്ടുള്ളൂ. ബെഡ് ഇപ്പോഴും ആ ഗ്രേ കളറിൽ തന്നെയാണ് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ് കറക്റ്റ് ആവാത്തത്, അതെന്താ നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാം കേട്ടോ. ഞാനിതിൻ്റെ ബ്ലോക്ക് എഡിറ്ററിൽ പോവുകയാണ്. ബ്ലോക്ക് എഡിറ്ററിൽ പോയപ്പോഴത്തേനും ഞാൻ നോക്കുമ്പോൾ ഇത് വേറൊരു ബ്ലോക്കാണ്, അത് ബ്ലോക്കിൻ്റെ ഉള്ളിൽ വേറൊരു ബ്ലോക്കാണ് അത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്ലോക്ക് കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. DV എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് ആ ബെഡ് മാത്രമായിട്ടുള്ളത് ഇരിക്കുന്നത്. നമുക്ക് ആ DV ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലെ എലമെൻ്റൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹോം ടാബിൽ പോയി നോക്കാം. അപ്പോൾ കണ്ടോ, ഇവിടെ ഈ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലെ ബ്ലോക്കിന് ഗ്രേ കളറ് ഫിക്സ് ആയിട്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടായിരുന്നു അത് മാറാതിരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ബൈ ലെയർ കൊടുക്കാം, അപ്പോൾ ലെയറിൻ്റെ കളർ മാത്രമേ ഇട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ബൈ ബ്ലോക്ക് തന്നെ കൊടുത്തേക്കാം. ബൈ ബ്ലോക്ക് കൊടുക്കാം, ക്ലോസ് ചെയ്യുമ്പോൾ സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ആ ലെയറിൻ്റെ 0 ലെയറിൻ്റെ കളറിലേക്ക് വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്യാം, നമുക്ക് ഫർണിച്ചർ ലെയറിലേക്ക് ഇട്ട് നോക്കാം. ഫർണിച്ചർ ലെയറിൻ്റെ കളർ വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ കളർ കൊടുത്ത് നോക്കാം. ഗ്രീൻ കൊടുത്തു, ഗ്രീൻ ആയിട്ടുണ്ട്. തിരിച്ച് നമുക്ക് ബൈ ലെയറിലേക്ക് വരാം. ഇപ്പോൾ കളറ്, ഒരു ബ്ലോക്കിൻ്റെ കളറ്
കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.